ഇതിനിടെ കരൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുട്ടികളെ അധിക്ഷേപിച്ച ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാറും രംഗത്തുവന്നു. കള്ളുകുടിച്ചാണ് കരൾ നടത്തിയത്. അറസ്റ്റിലായ അശ്വിൻ രാജിന് ബി.ജെ.പിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കൃഷ്ണകുമാർ പാലക്കാട് പറഞ്ഞു. ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാണ്. എവിടെയെങ്കിലും ബാൻഡ് ഇതിൽ CPM-ന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതിയെല്ലാം വേണ്ട രീതിയിൽ ഫലം കണ്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന നേതൃത്വ തലത്തിലുള്ള യോഗത്തിൽ ഉയർന്ന കാര്യങ്ങൾ. ഇപ്പോൾ അതിനു പിന്നാലെ ഇപ്പോഴിതാ പാലക്കാട് നടക്കുന്ന ഈ സംഭവത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന വരുന്നു. സി കൃഷ്ണകുമാറിന്റെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. എന്താണ് വിവരങ്ങൾ? ദിൽന, ഇതിൽ 14 അംഗ കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP നേതാക്കൾ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് RSS പ്രവർത്തകൻ, സജീവ RSS പ്രവർത്തകനായ അശ്വിൻ രാജ സംഭവത്തിൽ അറസ്റ്റിലാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കൃഷ്ണകുമാർ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത്. അതായത് കള്ളു കുടിച്ചാണ് ഈ കരോൾ സംഘം എത്തിയത് എന്നായിരുന്നു. പക്ഷെ അതിൽ പിന്നീട് കുട്ടികളുടെ സംഘമാണ്, 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളുടെ കരോൾ സംഘം എന്ന് മാധ്യമപ്രവർത്തകർ ഓർമ്മപ്പെടുത്തിയതിന് പിന്നാലെയാണ് അതിൽ മലക്കം മറിഞ്ഞ് ഈ പ്രസ്താവന തിരുത്തിയത്. പിന്നാലെയാണ് ഷോൺ ജോർജിന്റെയും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, അതായത് മാന്യമല്ലാത്ത കരോൾ നടത്തി എന്നതാണ്. പക്ഷേ ഈ കരോൾ സംഘം പള്ളി അറിയാതെയാണ് പോയത് എന്ന് ബിഷപ്പ് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഓർക്കേണ്ടത് ഈ കുട്ടികളുടെ 10ഉം 12ഉം വയസ്സും പ്രായമുള്ള കുട്ടികളുടെ ഒരു കരോൾ സംഘമാണ്. അവരത് ഒരു ആഘോഷപൂർവ്വമായി തന്നെ, നമുക്കറിയാം കേരളത്തിലൊക്കെ ജാതിയോ മതവും ഇല്ലാതെ ആഘോഷിക്കുന്ന ഒരു കാര്യം, അതിൽ അങ്ങനെയാണ് കുട്ടികൾ കരോൾ നടത്തിയത്. ഇതിനിടയിൽ എന്ത് മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് ഈ കുട്ടികൾ നടത്തി എന്നതിനൊന്നും ഈ BJP നേതാക്കൾക്ക് ഉത്തരമില്ല. പക്ഷെ അത് കൃത്യമായി തന്നെ അവരുടെ ഒരു വർഗീയത നടപ്പിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസും CPI-ഉം ഉയർത്തുന്ന ഒരു ആരോപണം. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നു, തടഞ്ഞു നിർത്തി ഈ CPI-എം എന്ന് എഴുതിയ ഒരു ബാൻഡ് കുട്ടികളുടെ പക്കലുണ്ടായിരുന്നു. ഇതാണ് കുട്ടികളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ BJP നേതാക്കളായ ഷോൺ ജോർജിൽ നിന്നും സി കൃഷ്ണകുമാറിൽ നിന്നും ഉണ്ടായത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.